രാഷ്ട്രത്തെ മുമ്പോട്ട് നയിക്കുന്ന ഒരു സുപ്രധാനപ്പെട്ട നിയമനിർമ്മാണം നടത്തുന്നതിൽ നിന്ന് സഭ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ പ്രതിപക്ഷമാണ്. അപ്പോൾ നിലവിൽ ബി.ജെ.പി. ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ആക്ഷേപം എന്ന് പറയുന്നത് രാജ്യത്തെ മുമ്പോട്ട് നയിക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷം അല്ലെങ്കിൽ മുമ്പോട്ട് നയിക്കാൻ പ്രതിപക്ഷം അനുവദിക്കുന്നില്ല. അതിൻ്റെ കാരണത്താലാണ് ഈ സ്ത്രീ ബില്ലുണ്ടല്ലോ, സ്ത്രീ സംവരണ ബില്ല്, അത് ഡീലിമിറ്റേഷനോടുകൂടി നടപ്പിലാക്കാൻ തുനിഞ്ഞിരുന്ന ആ നീക്കത്തെ തടഞ്ഞത് എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ, സ്ത്രീകളോട് കാണിച്ച ഒരു വലിയ വഞ്ചനയായിട്ട് ഇതിനെ വരും ദിവസങ്ങളിൽ ഉയർത്തി കാണിക്കാൻ സാധിക്കുമല്ലോ. എപ്പോഴാണ് ഈ ബില്ല് കൊണ്ടുവന്നത്? എപ്പോഴാണ്? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് അടുത്തു ഇരിക്കുക തന്നെയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണോ? തെരഞ്ഞെടുപ്പ് ഒരു ഭാഗം കഴിഞ്ഞു, അടുത്ത ഭാഗം കൂടി നടക്കുന്നതിനിടയിലാണോ? ആണോ? ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഭരണകക്ഷികളും ആ ഇലക്ഷന്റെ ചൂടിൽ കഴിഞ്ഞുകൂടുകയാണോ? അപ്പം അതിൻ്റെ ഇടയിൽ ലോകത്തിൽ ആരെങ്കിലും ഈ മരമണ്ടൻ കാര്യം ചെയ്യുമോ? അല്ല, അതിലെനിക്കൊരു കാര്യം പറയാനുള്ളത്, ഏത് പാർട്ടി ആയാലും അവർക്ക് വോട്ട് നേടാനുള്ള തന്ത്രങ്ങൾ അവർ മെനയുക തന്നെയാണ് ചെയ്യുക. ഏത് പാർട്ടി ആയാലും. ആര് മെനഞ്ഞോ മെനഞ്ഞില്ലേ, സാധാരണക്കാർ വിഡ്ഢികളല്ലല്ലോ. ഈ ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾ വിഡ്ഢികളാണെന്ന് കരുതുന്നുണ്ടോ? നേരിട്ട് കണ്ണുകൾ കണ്ടുകൊണ്ടിരിക്കല്ലേ, കേട്ടുകൊണ്ടിരിക്കല്ലേ. അത് കള്ളമാണെന്ന് പറയാൻ പറ്റുമോ? അത് നരേന്ദ്രമോദി ആയാലും ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും ദൈവം തമ്പുരാനാണെങ്കിലും നമ്മൾ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കല്ലേ. പറ്റിക്കൽ. അതായത് ഇത്രയും കാലം ലോകസഭ ഉണ്ടായിട്ടും ഈ ഇലക്ഷന് മുമ്പ് ഈ സംഭവം എന്താ കൊണ്ടുവരാഞ്ഞ്? ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ചൂടിൽ എല്ലാവരും അതിൻ്റെ പ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ ഇത്തരം വൃത്തികേട് കാണിക്കാമോ? ഇലക്ഷൻ കഴിഞ്ഞ് ഒരു സമയം നിശ്ചയിച്ച് ഇത്തരം കാര്യങ്ങൾ ഇതാക്കാം. അല്ലെങ്കിൽ മുമ്പ് വനിതാ സംവരണ ബിൽ കൊണ്ടുവന്ന 2024 അന്ന് തന്നെ അത് പാസ്സാക്കണം. അന്ന് പ്രതിപക്ഷം എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ സപ്പോർട്ട് ചെയ്ത വനിതാ സംവരണത്തോടാണ് താല്പര്യമെങ്കിൽ, 33% സ്ത്രീകൾക്ക് മാറ്റിവെക്കാമെന്ന് പറയുന്ന വനിതാ സംവരണത്തോടാണ് താല്പര്യമെങ്കിൽ, അന്ന് എന്തുകൊണ്ട് അപ്പോൾ പാസ്സാക്കിയില്ല? അന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്തില്ലേ? ഇപ്പോഴും വനിതാ സംവരണത്തെ ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ അത് ഇപ്പോഴും രാജ്യത്ത് നടപ്പിലായിട്ടില്ല. രാജ്യത്ത് നടപ്പിലാവാത്തതിന് കാരണം ഈ ഇലക്ഷന്റെ മുമ്പ് ഉള്ളിൽ നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യ മുഴുവൻ വളരെ ജാഗ്രതയോടുകൂടി 5 സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ, പ്രത്യേകിച്ച് ബംഗാളിലും തമിഴ്നാട്ടിലും ഇനി ഇലക്ഷൻ നടക്കാൻ പോകണം. അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ലോകത്തിൽ ഒരു സംഭവമില്ല, ഇത് മാത്രമാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാനുള്ള സാഹചര്യം എന്താണ്? വല്ല യുദ്ധം ഉണ്ടായി ഇവിടെ വല്ല യുദ്ധമോ കലാപമോ പൊട്ടിപ്പുറപ്പെട്ടോ? അല്ലെങ്കിൽ വേറെ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ പോരാട്ടം തുടങ്ങിയോ? ഇത്രയും അർജന്റായിട്ട് ഈ ദിവസം കൊണ്ടുവരാനുള്ള കാരണം എന്ത്? അതിന്റെ കാരണം തീർച്ചയായിട്ടും ഒരു സംശയമില്ല. ആ കാരണം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ വോട്ട് നേടും. തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ശക്തമായ രൂപത്തിൽ വോട്ട് കിട്ടില്ല. അത് അട്ടിമറിച്ചിട്ട് ഇത് പ്രതിപക്ഷത്തിന്റെ തലയിൽ കെട്ടിവെച്ച് ഇലക്ഷനിൽ വിജയിക്കാൻ ഒരു തന്ത്രമായി എടുക്കുക. വേറൊരു കാരണമൊന്നും കിട്ടാനില്ല. ഇതിലിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ പല പാർട്ടികളും പ്രകടന പത്രിക പുറത്തിറക്കാറുണ്ട്. വലിയ വാഗ്ദാനങ്ങൾ, അതും വേണമെങ്കിൽ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു രീതിയാണെന്ന് പറയാം. സാധാരണ ഇലക്ഷന്റെ പ്രോസസ്സായി നടത്തുന്നതാണല്ലോ. ലോകസഭ കൂടിയിട്ട് പെട്ടെന്ന് ലോകസഭ 3 ദിവസത്തേക്ക് കൂടുന്നു, പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത് കൊണ്ടുവരുന്നു. അതിനുള്ള എന്തായിരുന്നു ഇത്ര പ്രാധാന്യം? ഭരണകക്ഷി ചെയ്യേണ്ട ഒരു മര്യാദയാണത്. ഒരു മര്യാദയുടെ ഭാഷ പോലും ഇല്ലാതെ വൃത്തികേടാണ്. രാഷ്ട്രീയത്തിലെ വ്യഭിചാരം എന്ന് പറയുന്ന ഒരു കാര്യമാണ് നരേന്ദ്രമോദിയും അതേപോലെ അമിത്ഷായും ചെയ്തിട്ടുള്ളത്, ബി.ജെ.പി. നേതൃത്വം ചെയ്തിട്ടുള്ളത്. സാമാന്യ മര്യാദയിൽ പ്രതിപക്ഷത്തിന് ബഹുമാനം കൊടുക്കുകയും ഭരണപക്ഷത്തിലെ അംഗങ്ങളോടും നീതി പുലർത്തുകയും ഈ രാജ്യത്തിലെ ജനങ്ങളോട് കൂറ് പുലർത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ട വൃത്തികേടല്ലത്. 2011 സെൻസസ് ശേഷം ഇതുവരെ സെൻസസ് നടന്നില്ലല്ലോ. 2021 നടത്തണ്ടല്ലേ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നു. അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വന്ന ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളെല്ലാം നടത്തേണ്ടതല്ലേ? പകരം എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് 2011 16 വർഷം കൊണ്ട് എത്ര ജനസംഖ്യ വർദ്ധിച്ച ഓരോ സ്റ്റേറ്റിലും? ആ 2011 ശേഷം 2016 വരുമ്പോൾ SIR പ്രകാരം ധാരാളം വോട്ടുകൾ കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഒരു കൃത്യമായുള്ള പുതിയ സെൻസസ് വരികയാണ്. ആ സെൻസസ് വന്ന് അതിൻ്റെ ഒരു 5-6 മാസം കൊണ്ട് പൂർത്തിയാക്കിയ ശേഷം അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് വന്നിരുന്നെങ്കിൽ അവർക്ക് രാഷ്ട്രീയ പാർട്ടികൾ പഠിക്കാനും കൃത്യമായി മനസ്സിലാക്കാനും അതിനുശേഷം കൃത്യമായി തീരുമാനമെടുക്കാനുള്ള സാവകാശം ലഭിക്കുമായിരുന്നില്ലേ? ഇതൊരൊറ്റ ദിവസം കൊണ്ട് എടുത്തു ചാടി കൊണ്ടുവരാനുള്ള എന്ത് ഈ രാജ്യ താല്പര്യമാണ് ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളത്?
എന്തെങ്കിലും ഇപ്പം പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ആകെപ്പാടെ ബംഗാളിലെയും തമിഴ്നാട്ടിലെയും ഇലക്ഷൻ കൂടി ബാക്കിയുണ്ട്. എങ്കിലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു പരിഗണന നൽകിക്കൂടെ? സ്ത്രീകളെ പരിഗണന ആവാണ് 2024 ഈ നിയമം എന്തുകൊണ്ട് അന്ന് നിയമപരമാക്കിയില്ല? അത് പാസ്സാക്കിയതാണല്ലോ. എന്തുകൊണ്ട് 2024 ലോക്സഭയിൽ വന്ന് എല്ലാ പാർട്ടികളും ഇതിനെ അംഗീകരിച്ചുള്ളതാണ്. അതിനാരും എതിരല്ലല്ലോ. ഇപ്പൊ സെൻസസിന്റെ അല്ല, അടിസ്ഥാനത്തിൽ അവിടെ ഒരു കാര്യം, അത് മാത്രമായിരുന്നെങ്കിൽ ഇവരിപ്പോ എല്ലാവരും അംഗീകാരമായിരുന്നു. അല്ല, ഇവിടെ പ്രധാനപ്പെട്ടിട്ട് ഉയർത്തിയിരുന്ന ഒരു കാര്യം എന്താ, 2011 സെൻസസിനെ എന്തുകൊണ്ട് മാനദണ്ഡമാക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്ക്, ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊക്കെ കിട്ടുന്ന പോലുള്ള ഒരു ഇമ്പോർട്ടൻസ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക്, കേരളത്തിനോ തമിഴ്നാട്ടിനോ ഒന്നും ലഭിക്കില്ല. പക്ഷെ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും 50% എന്ന് പറയുന്ന ഒരു രീതിയിൽ സീറ്റ് നൽകാമെന്ന ഒരു കാര്യം അമിത്ഷാ മുമ്പോട്ട് വെച്ചു. പക്ഷെ അതിനെ അംഗീകരിച്ചില്ല. അല്ല, എന്തിനു ഒരു ദിവസം കൊണ്ട് ഇത് ഇത്രയും ധൃതി പിടിച്ച് ചെയ്യുന്നു? ഇത് പഠിക്കേണ്ട കാര്യമല്ലേ? ഇത് ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റുമായി ബന്ധപ്പെട്ട, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയൊരു കാര്യമല്ലേ? അത് ഒരു ദിവസം കൊണ്ട് അമിത്ഷാ പറയുകയും ഒരു ദിവസം കൊണ്ട് മോദി പറഞ്ഞാലും അംഗീകരിക്കേണ്ട കാര്യമാണോ? അത് പഠിക്കണം എല്ലാവർക്കും. ഒരു പാർട്ടി എല്ലാ പാർട്ടിയുടെ ഇത് കൊടുത്ത് പഠിച്ച് അവർക്ക് അവരെ തീരുമാനമെടുത്ത് അതിന് എന്തൊക്കെ ഉണ്ടോ എന്ന് പറയേണ്ട സമയം 1, 2, 3 1, 2, 3 ആണോ അതിന് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? ഒരു രാജ്യത്തിലെ 543 സീറ്റിൽ നിന്ന് 850 സീറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതിൻ്റെ പാളിച്ചകളും നേട്ടങ്ങളും പഠിച്ച് കൃത്യമായി അവരെ പാർട്ടികൾക്കുള്ള അവസരം നിർബന്ധമായി കൊടുക്കണ്ടേ? ഈ ഇലക്ഷൻ്റെ ഇടയിൽ കൂടി വേണോ ഈ കുത്തിക്കയറ്റി ഈ കാര്യം? ഇപ്പം ഈ 2026-27 സെൻസസ്, ഈ സെൻസസിനെ മാനദണ്ഡമാക്കിയിട്ട് നമ്മളിത് നടപ്പിലാക്കുമ്പോഴും ഡീലിമിറ്റേഷൻ എന്തായാലും വരട്ടെ, സമയമുണ്ടല്ലോ, തീർച്ചയായിട്ടും വരും. അതിന് വന്നോട്ടെ. ഒരു നാളെ തന്നെ ഒരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ലല്ലോ. നാളത്തേക്ക് എന്താ ഇലക്ഷൻ വേറെ ഒന്നും വരുന്നുണ്ടോ? ഇവിടെ വേറെ ലോക്സഭ ഇലക്ഷൻ വരുന്നുണ്ടോ? ഈ 2029 ലോക്സഭ ഇലക്ഷൻ ഉള്ളൂ. അല്ല, അതിന് വേണ്ടിയിട്ടാണ്, അതിലേക്ക് വേണമെങ്കിൽ ഈ ഇലക്ഷന്റെ ഇടയിൽ കൂടെ എന്തിനാണ് നടത്തുന്നത്? ഇലക്ഷന്റെ ബംഗാൾ ഇലക്ഷനിൽ അവിടെ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും MP അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർക്ക് ചെയ്യുന്നതിനിടയിൽ ധൃതി പിടിച്ച് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ദുരുദ്ദേശം ഉണ്ട്. നരേന്ദ്രമോദിയും അമിത്ഷായും പേടിക്കുന്നു. ഈ 2 സ്റ്റേറ്റുകളിൽ BJP തകർന്നടിയും. അപ്പോൾ തകർന്നടിയുന്നിടത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി പുൽവാര മാതിരി ഒരു സംഭവം ഉണ്ടാക്കി കൊണ്ടുവരാണ്. പുൽവാരയിൽ ഇപ്പോഴും സംശയാസ്പദമാണ്. കൃത്യമായിട്ട് അവിടെ പെട്ടെന്ന് നീണ്ട നേര റോ ആയിട്ട് പോകുമ്പോൾ ഇന്ത്യൻ പട്ടാളത്തെ ആക്രമിക്കാൻ പറ്റുന്ന ഭീകരരുണ്ടോ എന്നുള്ള കാര്യം. അല്ല, ഈ ദുരുദ്ദേശപരമായിട്ടുള്ള രാഷ്ട്രീയ നീക്കം കേരളത്തിൽ പിണറായി വിജയൻ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്യുന്നതാണ്. നമുക്കറിയാലോ, ലോകായുക്തയിൽ ഒരു ഭേദഗതി കൊണ്ടുവന്ന് അതിന്റെ പല്ലും നഖവും ഒക്കെ കൊഴിച്ചു കളഞ്ഞു. അത് ഇലക്ഷന്റെ ഇടയിൽ കൂടി അല്ലല്ലോ. ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം ഭരണഘടനാപരമായിട്ടുള്ള കാര്യം എന്താണ്? പ്രധാനമന്ത്രി രാജ്യത്തോട് പ്രക്ഷേപണം നടത്താൻ പാടില്ല. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് നടത്താം. ആ ഇതിന്റെ കോൺട്രാക്റ്റിന്റെ വയലേഷനാണ്. ഈ ഇലക്ഷൻ നടക്കുന്നതിനിടയിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അത് നടത്തുക, പെട്ടെന്ന് ലോക്സഭ വിളിച്ചു കൂട്ടുക, പെട്ടെന്ന് തന്നെ അദ്ദേഹം രാജ്യത്തോട് പ്രക്ഷേപണം ചെയ്യുക എന്ന് പറയുന്നത് ഇലക്ഷന്റെ മാനദണ്ഡങ്ങൾക്കെതിരാണ്, കോഡ് ഓഫ് കോണ്ടാക്ടിനെതിരാണ്. അത്തരം കാര്യങ്ങൾ ചെയ്ത നരേന്ദ്രമോദി രാജ്യത്തോട് ചതിയാണ് ചെയ്തിട്ടുള്ളത്, ജനങ്ങളോട് ചതിയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇലക്ഷൻ എന്ന് പറയുന്നത് തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് ജനങ്ങൾക്ക് അറിയിക്കാനുള്ള ഒരു സുവർണാവസരമാണ്. ആ അവസരത്തിൽ BJP മുമ്പോട്ട് വെക്കാൻ ശ്രമിച്ചത് എന്താ? തങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ്. അത് തീർച്ചയായിട്ടും ഈ ബംഗാൾ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തുകൊണ്ട് തന്നെയാണ്, അതിൽ സംശയമില്ല. സ്ത്രീകളുടെ വോട്ട് പെട്ടിയിലാക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ്. അല്ല, ഇത്രയും കാലം നമ്മൾ BJP ചെയ്ത പല കാര്യങ്ങളെയും നമുക്ക് തെളിവില്ലാത്തതുകൊണ്ട് മിണ്ടാൻ പറ്റിയില്ലല്ലോ. അപ്പം പല കാര്യങ്ങളും പുൽവാര മാതിരികളൊക്കെ ക്രിയേറ്റഡ് ആണെന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഇലക്ഷനോടനുബന്ധിച്ച് തൊട്ടടുത്ത് തന്നെ BJP ഗവൺമെന്റിന്റെ ഈ ഭരണകാലത്ത് ആ സമയത്ത് തകർന്നു തരിപ്പണമായി BJP താഴേക്ക് പതിക്കുന്നതിന് അതിനെ മറികടക്കാൻ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നു എന്ന് നമ്മളെ മുന്നിലുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ ശരിയും തെറ്റും നമുക്ക് നേരിട്ടറിയില്ല, കാരണം അത് വളരെ രഹസ്യ സ്വഭാവമുള്ളതാണ്. പക്ഷെ ഇത് നേരിട്ട് ലോകസഭയിൽ അവതരിപ്പിക്കാൻ സമയം എവിടെയാണ്? 2 ഇലക്ഷനുകൾ നടക്കുന്നതിൻ്റെ ഇടയിലാണ്. ഇന്ത്യ രാജ്യത്ത് റൂൾ ഓഫ് കോണ്ടാക്ട് ഉള്ള സമയത്താണ്. ഇന്ത്യയിലെ എല്ലാ തരത്തിലും ഇതിന്റെ വയലേഷൻ നടത്താൻ പാടില്ല സമയത്താണ്. അപ്പൊ ഇതിന്റെ ഇടയിലെടുക്കുന്ന തീരുമാനം എല്ലാം തന്നെ
ഇലക്ഷനെ ബാധിക്കുന്നതാണ്. ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പോ ഇലക്ഷൻ നടന്നതിന് ശേഷമോ എന്ത് വേണമെങ്കിലും ആവാം. ഇന്ത്യയിൽ ഇലക്ഷന്റെ ഇടയിൽ കൂടി ഇത്തരം കാര്യങ്ങളെല്ലാം ഭരണഘടനാപരമായിട്ടുള്ള രാജ്യങ്ങളെ, സ്റ്റേറ്റിനെ ബാധിക്കുന്ന, ഇലക്ഷനെ ബാധിക്കുന്ന, സ്വാധീനിക്കുന്ന ഒരു കാര്യം ഗവൺമെന്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമമാണ്. ആ നിയമം വയലേറ്റ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രി ചെയ്ത ഏറ്റവും വലിയ ഗുരുതരമായ, ഇന്നലെ വരെ മോഡിക്കുണ്ടായിരുന്ന ഇമേജ് അത് ഒറ്റയടിക്ക് താഴേക്ക് പതിച്ചു എന്നുള്ളതാണ് സത്യം. അദ്ദേഹം മാന്യനാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. പ്രതിപക്ഷത്തിന് അതേപോലെ ഭരണപക്ഷത്തിനും ഉള്ള ആളുകൾ ബഹുമാനിക്കുന്ന എങ്ങനെയാണ്? ഇന്ത്യയിലെ ഭരണഘടനാ പ്രകാരം ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ള നിയമങ്ങളുണ്ട്. അപ്പൊ അതിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ബംഗാൾ ഗവൺമെന്റിനെയും അതേപോലെ തമിഴ്നാട് ഗവൺമെന്റ്, തമിഴ്നാട്ടിലും ബംഗാളിലും ഇത് ഇലക്ഷനെ സ്വാധീനിക്കും. അതിന് മുമ്പ് നടന്ന 3 സ്ഥലത്തും സ്വാധീനിക്കില്ലായിരിക്കാം. അല്ല, ഈ ഒരു കാരണം കൊണ്ട് ഇപ്പം സ്ത്രീകളുടെ ഒരു വലിയ വികാരം ബി.ജെ.പിക്ക് ഒറ്റ അനുകൂലമായിട്ട് ദിവസം കൊണ്ട് മാത്രമേ സ്ത്രീകളെ കൊണ്ട് നെഗറ്റീവായിട്ട് മാറും. ഇവർ കള്ളത്തരമാണെന്ന് ബോധ്യപ്പെട്ട ഇവർക്ക് അറിയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ മറ്റേതും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഏത് മണ്ഡല പുനർക്രമീകരണത്തിന്റെ 850 സീറ്റിലേക്ക് മാറ്റുന്ന കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, എല്ലാവരും കൂടെ ഒത്തുകഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കില്ല? വോട്ടെടുപ്പിൽ 3-2 വരെ ഭൂരിപക്ഷം കിട്ടില്ല. അങ്ങനെ അവസ്ഥയിൽ പരാജയപ്പെടുമ്പോൾ അത് തലയിൽ പ്രതിപക്ഷത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് സ്ത്രീകൾക്കുള്ള സംവരണത്തിന് പ്രതിപക്ഷം തയ്യാറല്ല. സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറി അവരെ പറ്റിയൊരു യാതൊരു ചിന്തയും വരിക്കില്ല. സ്ത്രീകളുടെ വോട്ട് കംപ്ലീറ്റ് കിട്ടണം എന്നുള്ളത് ശരി. ഇങ്ങനത്തെ തന്ത്രങ്ങൾ കാണിച്ച സ്ത്രീകളെടുത്ത് വോട്ട് കിട്ടില്ല. അതൊക്കെ പണ്ട്. ഇത് ഏതൊരാൾക്കും മൊബൈലിൽ കൃത്യമായിട്ട് ഇന്ത്യയിലെ ഏത് കാര്യങ്ങളും അപ്പപ്പോൾ കിട്ടുന്ന ലോകമാണ്, പഴയ ലോകമല്ല. അല്ലെങ്കിൽ ഇതേപോലെ പുൽവാര മാതിരിയുള്ള എന്തെങ്കിലും സംഭവം കൊണ്ടുവരണം രാജ്യത്തെ ബാധിക്കണം, അത് ആർക്കും അറിയില്ല. അപ്പൊ എല്ലാവരും കൂടി യോജിക്കും. ഇതല്ല. ഇത് പാർലമെന്റിൽ പരസ്യമായി ഇത് പെട്ടെന്ന് 3 ദിവസമായി വിളിക്കുന്നു. എന്തടിസ്ഥാനത്ത്? എന്തിനു വേണ്ടി? ഇലക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലേ? അപ്പൊ കോഡ് ഓഫ് കോണ്ടാക്ട് ഉള്ള സമയമാണോ? ആണോ അല്ലേ? ആ സമയത്ത് ഒരു പ്രധാനമന്ത്രി ചെയ്യുന്ന സാമാന്യ നീതിയാണോ അതൊക്കെ? അതിൽ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള തെറ്റുണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹം പ്രക്ഷേപണം ചെയ്തത്, അദ്ദേഹം രാജ്യത്തിന്റെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം രാജ്യത്തോട് പ്രക്ഷേപണം ചെയ്തത്, സംസാരിച്ചത് തെറ്റാണ്. ഇലക്ഷന്റെ കോഡ് ഓഫ് കോണ്ടാക്ടില് വിരുദ്ധമാണ്. അതിനെതിരെയുള്ള പരാതി പോയിരിക്കുന്നു. ഇപ്പം അദ്ദേഹം സാമാന്യ നീതി പ്രകാരം പ്രധാനമന്ത്രി അത്തരക്കാരനാവാൻ പാടില്ല. ഇവിടെ എല്ലാവരും കൂടി വഞ്ചിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീകളെ തന്നെയാണ്. കാരണം ഇതിപ്പോ അനിശ്ചിതത്തിലായിരിക്കുകയാണ്. അതായത് 2023 പാസ്സായിട്ടുള്ള ഈ സ്ത്രീ സംവരണ നിയമം അത് എങ്ങനെ നടപ്പിലാക്കും? അത് ഡീലിമിറ്റേഷനിലൂടെ മാത്രമേ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അതിപ്പം അനിശ്ചിതത്തിലായിരിക്കും. എന്താ ചെയ്യുക? ഇനിയിപ്പോ എന്താണ് മുമ്പിലുള്ള വഴി? എന്താണ് അതിന് മുമ്പിലുള്ള വഴി? ആദ്യം ഇങ്ങനത്തെ തട്ടിപ്പുകൾ നിർത്തുക എന്നുള്ളതാണ്. അതിന് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഈ 24 തീയതി കഴിഞ്ഞാൽ എത്ര ദിവസങ്ങൾ കിടക്കുന്നുണ്ട്? ഈ ഇലക്ഷന് മുമ്പോ 4 തീയതി ശേഷം, ഈ 4 തീയതി ശേഷമോ സമയം കിടക്കുന്നില്ലേ? അപ്പൊ ആരെങ്കിലും എതിർക്കുമോ? ഇല്ല. അവർക്ക് സമയമുണ്ട്. ടൈം കൊടുത്ത് എല്ലാ പാർട്ടികളും ചർച്ച നടത്തി ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആദ്യം എല്ലാ പാർട്ടികളും ചർച്ച നടത്തണം. അതിനുശേഷം ലോക്സഭയിൽ അവതരിപ്പിക്കണം. അത് അങ്ങനെ ചെയ്യാനുള്ള സാവകാശം ഉണ്ടായിരുന്നല്ലോ. ഈ 10 ദിവസം കൊണ്ട് എന്ത് യുദ്ധാടിസ്ഥാനത്തിലുള്ള കാര്യമാണ് നടക്കാൻ വേണ്ടി 4 തീയതിക്കുള്ളിൽ? അപ്പം അതൊരു തട്ടിപ്പാണ്. തീർച്ചയായിട്ടും അത് ബുദ്ധിപരമായിട്ട് ബി.ജെ.പി കളിച്ച ഒരു രാഷ്ട്രീയ തട്ടിപ്പ്. ഇവർക്ക് ഇത് എന്തായാലും തോൽക്കും, ഇത് എന്തായാലും പാസ്സാവില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അപ്പോൾ അതൊരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്ലേ ആണ് കളിച്ചത്. അതെ, രാഷ്ട്രീയം കളിക്കാനുള്ള ഇത്തരം മണ്ഡല പുനർക്രമീകരണവും അതേപോലെ വനിതാ ബില്ലും അവർക്ക് രാഷ്ട്രീയമാണ് കളിക്കുന്നത്. എങ്ങനെയും ഏത് തന്ത്രവും കുതന്ത്രവും ഉപയോഗിച്ച് ഇലക്ഷൻ ജയിക്കും. പക്ഷെ ഇന്നലെ വരെ നരേന്ദ്രമോദിയെയോ അമിത്ഷായെയോ ഇത്തരം കാര്യങ്ങൾ വിമർശിച്ചിട്ടില്ല. കാരണം നമുക്കറിയില്ല, കൃത്യമായി അറിയുന്നൊരു കാര്യമാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നരേന്ദ്രമോദിയായാലും അപ്പുറത്തുള്ള ആളെ ശരി, അവർ ചെയ്തത് പറയേണ്ട വാക്ക് വേറെയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തിരിക്കുകയാണ്, ഇന്ത്യൻ ജനാധിപത്യത്തെ വ്യഭിചരിച്ചിരിക്കുകയാണ് ഈ രണ്ടുപേരും എന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ല. ഇപ്പൊ ഇവിടെ ഇത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തെ ചോദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം സ്ത്രീകളുടെ വിവാഹപ്രായം 21 ആക്കണം എന്ന് പറയുന്ന ഒരു കരട് മുമ്പോട്ട് വന്നപ്പം ഇതേ പ്രതിപക്ഷം പല ആളുകൾ വന്നിട്ട് എതിർക്കാൻ വന്നു. അതോടൊപ്പം തന്നെ മുത്തലാഖിന് വിരുദ്ധമായിട്ടുള്ളൊരു തീരുമാനം എടുത്തപ്പോൾ അതും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ എതിർക്കാൻ വന്നു. അപ്പം നിരന്തരമായിട്ട് ഇത്തരത്തിൽ ഒരു പുരോഗതിയിലേക്ക് സ്ത്രീകളെ കൊണ്ടെത്തിക്കുന്ന പല കാര്യങ്ങളിലേക്കും ബി.ജെ.പി വരുമ്പോൾ അതിനൊക്കെ എതിർക്കുകയാണ്. ആ ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഇതേ ബി.ജെ.പിയാണ് 1996 വനിതാ സംവരണം കൊണ്ടുവന്നപ്പോൾ എതിർത്തിരുന്നത്.
അതിനോ എന്താ പറയാ, ഉം. ഇന്ത്യയിൽ ആദ്യമായി വനിതാ സംവരണം കൊണ്ടുവന്നപ്പോൾ 1996 ഇന്ത്യയിൽ പാർലമെന്റിൽ എതിർത്തിരുന്ന പാർട്ടിയാണ് BJP. പ്രതിപക്ഷത്തിന്റെ സമീപനത്തിൽ ഇപ്പൊ മാറ്റം വേണമെന്നാണ് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ സമീപനത്തിലല്ല, ഭരണത്തിൽ ഇരിക്കുമ്പോൾ അവർ കാണിക്കേണ്ട സാമാന്യ നീതി പുലർത്തണം. പിന്നെ ഒരു ചർച്ച വരുമ്പോൾ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാകും. ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യം എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന ഏകാധിപത്യ രാജ്യമല്ല. ഓരോരുത്തർക്കും, ഓരോ മതങ്ങൾക്കും, ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാം തന്നെ അവരുടേതായ രീതികളുണ്ട്. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റരുത് എന്ന് പറയുന്ന ഒരു സംഭവം, അത് അടിസ്ഥാനപരമായി നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിലും അവിടുത്തെ ആ ഒരു ആചാരം പ്രകാരം പാടില്ല എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്നുണ്ട്. ആ പ്രത്യക്ഷ നോക്കുമ്പോൾ നമ്മൾ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യനീതിയല്ലേ അമ്പലത്തിലൊക്കെ. പക്ഷെ അവിടുത്തെ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. മുമ്പ് സുപ്രീം കോടതി അത് അംഗീകരിച്ചു, ഉത്തരവ് പുറപ്പെടുവിച്ചില്ലേ, പിന്നീട് അപ്പം മാറ്റിയില്ലേ. അതെന്തുകൊണ്ടാ? അതേപോലെ ചർച്ചകൾ വേണം. ചർച്ചകളിൽ എനിക്കും താങ്കൾക്കും ഒരേ അഭിപ്രായമുള്ളതാണോ എല്ലാ കാര്യത്തിലും? പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. പല അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും എതിരഭിപ്രായങ്ങളെ മാനിക്കുകയും അതിൽ ശരിയുണ്ടെന്ന് കണ്ടെന്നാൽ അത് ഉപയോഗിക്കുകയും, അതാണ് ജനാധിപത്യം. അതാണ് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ, ലോകത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ മാതൃക. എല്ലാവരും ഒരേപോലെ ചിന്താഗതിയാണെങ്കിൽ ഇവർ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞാൽ അത് മാത്രമായി ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും ഉണ്ടാവാൻ പോണത്? ഹിന്ദു വർഗീയത മാത്രം മതി എന്ന് പറഞ്ഞാൽ മതിയോ? ഇവിടെ ബീഫ് കഴിക്കരുതെന്ന് പറയുന്ന തീരുമാനം എടുത്ത പാർട്ടിയാണ് BJP. അതെല്ലാവരും അംഗീകരിക്കട്ടെ. ഇന്ത്യയിൽ ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം, എന്ത് ഭക്ഷണം കഴിക്കണമെന്ന്, എന്ത് വസ്ത്രം ധരിക്കണമെന്ന്, എങ്ങനെ ജീവിക്കണമെന്ന് സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്ത് ഈ കാവ്യ മാത്രം ധരിക്കാൻ പാടുള്ളൂ എന്നൊരു തീരുമാനം എടുത്താൽ നമ്മൾ അംഗീകരിക്കോ? ബീഫ് മാത്രം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കോ? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ജനാധിപത്യ രീതിയിൽ ചർച്ച ചെയ്യണം. അതിന് സാവകാശം വേണം. ധൃതി പിടിച്ച് ഇങ്ങോട്ട് എടുത്ത് ഇതാക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. അതായത് തോറ്റു പോകുമോ എന്ന ഭയം തന്നെയാണ് കോൺഗ്രസിനെയും BJPയെയും നയിക്കുന്നത്. അല്ല, കോൺഗ്രസിനെ നയിക്കുന്നുണ്ടോ ഇല്ലെന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ. അപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിക്ക് ഭരണപക്ഷം എന്ത് ചെയ്യണം? ഭരിക്കുന്ന പാർട്ടി സാമാന്യ മര്യാദകളും സാമാന്യ നീതികളും ഉണ്ടാക്കണം. ധൃതി പിടിച്ച് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ആരെങ്കിലും ഇത്തരം ലോക്സഭ പെട്ടെന്ന് വിളിച്ചു കൂട്ടേണ്ട ആവശ്യം തരുന്നു? അല്ല, ഇതിലിപ്പോ സീറ്റുകൾ എന്താണ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 530 നിന്ന് 840 ആയി കഴിഞ്ഞു കഴിഞ്ഞാല് കോൺഗ്രസ് എന്തിനാണ് അതിനെ ഭയക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവര് തോറ്റുപോകുമെന്നുള്ള ഭയം. കോൺഗ്രസ് ഭയക്കുന്നുണ്ടാവാം, ഭയക്കുന്നില്ലായിരിക്കാം, പലതും ഉണ്ടായിരിക്കാം. പക്ഷെ അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് സമയപ്രകാരം ചെയ്യാലോ. അപ്പൊ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇലക്ഷനിൽ എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമാണ്. ഇലക്ഷന്റെ ഇടയിൽ എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് 3 ദിവസത്തേക്ക് ലോകസഭ വിളിച്ചുകൂട്ടി വനിതാ സംവരണ ബില്ലിന്റെ മറയാക്കി 850 പുതിയ ടോട്ടൽ ലോക്സഭാ മണ്ഡലങ്ങളാക്കി അത് അംഗീകരിപ്പിക്കാൻ വേണ്ടി ഭരണഘടനാ ഭേദഗതി വരുത്താൻ വേണ്ടിയിട്ട് BJP ശ്രമിച്ചു. പകരം വനിതാ സംവരണം മാത്രമായിരുന്നെങ്കിൽ ഇത് എല്ലാവരും അംഗീകരിക്കുന്നല്ലോ, നേരത്തെ അംഗീകരിച്ച കാര്യമാണല്ലോ. പകരം പുതിയൊരു കാര്യം കൂടെ ചേർക്കുമ്പോൾ അത് ചർച്ച ചെയ്യാനും പഠിക്കാനും സമയം കൊടുക്കണ്ടേ? ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും വിളിച്ചു ചേർക്കണ്ടേ? 2011 സെൻസസ് പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. എന്തുകൊണ്ട് പുതിയ സെൻസസ് ഇപ്പം തീരാൻ 5-6 മാസം കൊണ്ട് പൂർത്തിയാകുമെന്നിരിക്കും അത് ഉപയോഗിക്കുന്നില്ല? 2011 എന്തിനു പോകണം? 2011 ശേഷം എന്തൊക്കെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഇന്ത്യയിലുണ്ടായി, ലോകത്തിലുണ്ടായി? തീർച്ചയായിട്ടും. എന്തായാലും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, പ്രതിപക്ഷ പാർട്ടികൾക്കും അതോടൊപ്പം തന്നെ BJPക്കും അവരുടെ നിലനിൽപ്പ് തന്നെയാണ് ആവശ്യം. അതിനനുസരിച്ചിട്ടാണ് പല തീരുമാനങ്ങളും എല്ലാവരും എടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പോ അല്ലാത്തതോ അല്ല, BJPയുടെ നിലനിൽപ്പോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ നിലനിൽപ്പോ അല്ല നമ്മുടെ മുന്നിൽ പ്രശ്നം. നമ്മുടെ മുന്നിൽ കാണുന്ന സത്യങ്ങൾ. നമ്മുടെ ചോദ്യം ഇതാണ്: 2011 സെൻസസ് പ്രകാരം ഇപ്പോൾ എടുക്കേണ്ട തീരുമാനമാണോ ഇത്? 2, വനിതാ സംവരണ ബിൽ 2023 ലോക്സഭയിൽ വന്നതാണ്, 2023-24 വന്നതാണ്. അതെന്തുകൊണ്ട് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നവരെ ഇത് അംഗീകരിക്കാൻ വേണ്ടി ഭരണഘടന ഭേദഗതി കൊണ്ടുവന്ന് അംഗീകരിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായില്ല? അവിടെയാണ് സംഭവം പ്രശ്നം ആയിത്തീരുന്നത്. ഇപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൃത്യമായിട്ട് അവസാന നിമിഷം പറഞ്ഞു, നിങ്ങളുടെ കൺസേൺ പരിഗണിക്കുന്നു. അതായത് 2011 എന്നുള്ളത് മാറ്റി 2027 അങ്ങനെ കണക്കാക്കാം. അതോടൊപ്പം തന്നെ ഈ 50% എല്ലാ സംസ്ഥാനങ്ങൾക്കും ആ രീതിയിൽ സീറ്റ് വിഭജിച്ച് നൽകാം എന്നും പറഞ്ഞു. പക്ഷെ അതിനെ അനുകൂലിച്ചില്ല. അതിന്റെ ഒറ്റ ദിവസം കൊണ്ട് അതിനെ അംഗീകരിക്കേണ്ട ആവശ്യം എന്താ? അത് പഠിക്കണം, അതിന് സമയം വേണം. ഒരു മാസം കൊണ്ട് സമയം കൊടുക്കാത്താൽ എന്താ? ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ സമയം തരാം, അടുത്ത മാസം നമുക്ക് എടുക്കാന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? ഇപ്പം തന്നെ അംഗീകരിക്കാം, ഇപ്പം തന്നെ ഇതാവണം എന്ന് പറഞ്ഞാൽ ശരിയാവോ? അതിന്റെ പാളിച്ചകൾ എന്ത്,
ഏത് തരത്തിലാണത് മണ്ഡലം പുനഃക്രമീകരിക്കുന്നത്, അതിനെന്തെങ്കിലും നെഗറ്റീവ് വശമുണ്ടോ, ശാസ്ത്രീയമായിട്ട് ദോഷമുണ്ടോ, എന്തെങ്കിലുമൊക്കെ പഠിക്കാനുള്ള സമയം കൂടി എല്ലാവർക്കും കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും. അല്ലാതെ ഒരു ദിവസം കൊണ്ട് ഇത് 50% തരാന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് ഡിഫക്റ്റ് ഉണ്ടെങ്കിലോ? ഇവർ പറയുന്ന കെണി എന്താണെന്ന് മറ്റവർക്ക് മനസ്സിലാവണ്ടേ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രം നീങ്ങേണ്ടതാണോ ഇത്തരം തീരുമാനങ്ങൾ? ഇന്ത്യയിൽ ആദ്യമായിട്ട് നരേന്ദ്രമോദിക്ക് കിട്ടിയ ആദ്യത്തെ തിരിച്ചടിയാണ് ഈ ധൃതി പിടിച്ചു കൊണ്ടുവന്ന ഈ ബില്ലും കാര്യങ്ങളും. പക്ഷെ അത് അവർക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മുമ്പിട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചടി ലഭിച്ചു എന്ന രീതിയിൽ പ്രചരണം അഴിച്ചുവിടാൻ പറ്റും. അത് അഴിച്ചുവിട്ട് കള്ളക്കരച്ചിലാണെന്ന് കൃത്യമായും പ്രതിപക്ഷത്തിന് പറയാൻ ഉള്ള അവസരം കൃത്യമായി ജനം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരിട്ട് ലോകസഭയിൽ നടക്കുന്നത്. പഴയ മാതിരി രഹസ്യമായിട്ടല്ല ചെയ്യുന്നത്. അപ്പൊ രഹസ്യമല്ലാത്തൊരു കാര്യം, പരസ്യമായ കാര്യം, അതിന്റെ ഉള്ളുകളികളിലെ കള്ളത്തരം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നു ജനം. നമ്മൾ പോലും പഠിക്കുന്നത് അങ്ങനെയല്ലേ? ഈ പഠിച്ചതിന്റെ കാര്യത്തിലല്ലേ നമ്മൾ എതിർക്കുന്നത്? ആ ഉള്ളുകളിയിലെ കള്ളത്തരം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാണ്. ഇത് രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമല്ല. ഇത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സദാചാര മൂല്യമായ രാഷ്ട്രീയമുണ്ട്. ഇത് സദാചാരത്തിന്റെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയമല്ല. സദാചാരത്തിന്റെ അടിസ്ഥാനമായ രാഷ്ട്രീയമാണോ അത്? അല്ല. ഇത് നെറികേടിന്റെ രാഷ്ട്രീയമാണ്. എന്ത് വൃത്തികേടും കാണിക്കുക എന്നുള്ള നിലയിലേക്ക് മോദിയും അതേപോലെ അമിത്ഷായും വീണിരിക്കുന്നു. മോദിയെ പോലെയുള്ള ഇമേജുള്ള ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു നേതാവിന് ചേർന്ന സമീപനമല്ല ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കാം. ഇപ്പം ഏറ്റവും അവസാന നിമിഷം തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ ക്ഷേമ പെൻഷൻ 2 മാസത്തെ ഒരുമിച്ച് നൽകുന്നു. അതേപോലെ ഇപ്പം എന്താണ്, പല സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് വിദ്യകൾ ആളുകൾക്ക് ക്ഷേമം നൽകിക്കൊണ്ട് കയ്യിലെടുക്കാനുള്ള ശ്രമങ്ങൾ അവസാന നിമിഷം നടത്താറുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണല്ലോ. പല പാർട്ടികളും അത് ചെയ്യാറുണ്ട്. ഇലക്ഷന് മുമ്പ് അവർക്ക് നിയമപ്രകാരം നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള കാര്യങ്ങൾ കൊടുക്കാൻ അവർക്ക് അംഗീകാരമുണ്ട്, അർഹതയുണ്ട്. പക്ഷെ അത് പ്രതിപക്ഷത്തിന് വലിയ ദോഷമാണ്. ആ സമയത്ത് കിട്ടുന്ന പെട്ടെന്നുള്ളൊരു പൈസ കിട്ടുമ്പോൾ പല ആൾക്കാരും വോട്ട് മാറി കുത്തും. പക്ഷെ അത് അവർക്ക് അതിനുള്ള സാഹചര്യം നിയമപരമായുള്ള കാര്യമാണ്. ഇത് നിയമപരമായ കാര്യമല്ല. ഇപ്പൊ നിയമസഭ അപ്പം പെട്ടെന്ന് കഴിഞ്ഞു. നിയമസഭ പെട്ടെന്ന് വിളിച്ചു കൂട്ടിയിട്ട് ഇലക്ഷൻ്റെ കൂടെ എന്തെങ്കിലും തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമപരമാണോ? അല്ല. ലോകസഭയാണെങ്കിൽ ഇന്ത്യനെ മൊത്തം ബാധിക്കുന്നതാണ്. ഇന്ത്യ രാജ്യത്തിലെ കീഴിലുള്ള 2 സംസ്ഥാനങ്ങളാണ് ബംഗാളും തമിഴ്നാടും. ആ തമിഴ്നാട്ടിലെയും ബംഗാളിലെയും ഇലക്ഷൻ നടക്കുമ്പോൾ ഇപ്പോൾ ധൃതി പിടിച്ച് 3 ദിവസത്തേക്ക് പെട്ടെന്ന് വിളിച്ചു കൂട്ടുന്നു. MP-മാരെല്ലാം അവിടെ ഇലക്ഷനും വളരെ ശ്രദ്ധ നിൽക്കുമ്പോൾ ഇത് പഠിക്കാനോ ചിന്തിക്കാനോ സമയമില്ലാത്ത സമയത്ത് ധൃതി പിടിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് തെമ്മാടിത്തരമാണ്, രാഷ്ട്രീയ വ്യഭിചാരമാണ്.